ഹലോ, അപ്പം നമ്മൾ ഇന്ന് രേവതിയിൽ പാൽപ്പള്ളി രേവതിയിൽ നമ്മൾ കാന്താര മൂവിക്ക് പോവാണ്. അതും ബൈക്കിൽ 18 കിലോമീറ്റർ നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അതാണ് ഞാൻ ഈ ഫുൾ സ്ലീവ് എല്ലാം ഇട്ട് സെറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. കുറച്ചുകൂടെ മേക്കപ്പ് ഉണ്ട്, അതിനുശേഷം നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. ഇനി അപ്പം കാണാം. ഓക്കെ, ഇത് നമ്മുടെ കൂടെ ജിയോ ചേട്ടനും ഉണ്ടെന്ന്. ഞാനും വിനീഷ് മോഹനും ജിയോ യേശുദാസും കൂടെയാണ് നമ്മളിന്ന് കാന്താര മൂവിക്ക് തട്ടമലയിൽ നിന്നും ബൈക്കിൽ പോകുന്നത്. ഓക്കെ, സ്പ്രേ അടിക്കാൻ മൂടിയൊന്നും കിട്ടുന്നില്ല, സമയമില്ല. ജിയോ ചേട്ടൻ നമ്മളെ വിളിച്ചു, ഇറങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളും ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, ഒരു സർപ്രൈസ് ഉണ്ട്. വ്ലോഗ് തുടങ്ങിയപ്പോ രണ്ടു വാക്ക് സംസാരിക്കും. തുടങ്ങാം. ഇൻസ്റ്റാഗ്രാം കത്തിക്കാൻ പോകുന്നു. യൂട്യൂബ് ആണോ ഇൻസ്റ്റാഗ്രാം ആണോ? പറ, ഏതാ കത്തിക്കുന്നത്? യൂട്യൂബ്. ഓൾ ദ ബെസ്റ്റ്. നല്ല പടമായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു പടം. അടിപൊളി, സൂപ്പർ സൂപ്പർ, കൊള്ളാം. നല്ല പടമാണോ? എങ്ങനെയുണ്ട്? കൊള്ളാം. പക്ഷെ ഞാൻ മറ്റേ സാധനം പ്രതീക്ഷിച്ച അധികം. ഏത് സൗണ്ടോ? അല്ല, പഴയ. എനിക്ക് ഇതാണ് കഥ എന്ന് പോലെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇതിന്റെ. മറ്റേ ഇതില് പുതിയ ആൾക്കാരുടെ അങ്ങനത്തെ പ്രതീക്ഷിച്ചത്. ഇതും അത് മിക്സ് ആയിരിക്കുന്നു വെച്ച്. പക്ഷെ അതാകെ ഫ്രണ്ടിലും ബാക്കിലും മാത്രമേ. അങ്ങനെ നമ്മൾ പടമൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം നമ്മളൊരു വീഡിയോ കണ്ടായിരുന്നു, കുറച്ച് പോട്ട്സ് ഒക്കെ മേടിക്കുന്നത്. നമ്മൾക്ക് 3 പേർക്ക് ചെടികളോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അത് പോയി മേടിക്കാൻ തീരുമാനിച്ചു. കാണുന്ന 8 ഇഞ്ചിന്റെ പോട്ടിന് വെറും 19 രൂപ മാത്രമാണ് അവർ ചാർജ് ചെയ്യുന്നത്. അമ്പടാ, വാ പോവാം. എവിടെ പോകുന്നു? മറ്റേ ചെടി മേടിക്കണേ. എങ്ങോട്ട്? ഇത് ബാഗ്. ശരിക്കും ചെടി മേടിക്കുന്നത് ഞാൻ തെറ്റി പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ കുറച്ച് പോട്ട്സ് മേടിക്കാനായിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. നമുക്ക് വീഡിയോ കണ്ടപ്പോഴായാലും അവിടുത്തെ പ്രൈസ് പൊതുവെ വെച്ച് നോക്കുമ്പോൾ ലോ ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ എന്തായാലും അവിടെ വരെ പോയതല്ലേ, ജസ്റ്റ് അവിടെ 2 കിലോമീറ്ററും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആ ലൊക്കേഷനിലോട്ട്. ലൊക്കേഷൻ വന്നത് വെളമാനൂർ ഓർ വേളമാനൂരാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഇവിടെ കൊടുത്തേക്കാം. എന്തായാലും നമ്മൾ ലൊക്കേഷനിലെത്തി. പോട്ട് നേഷൻ എന്നായിരുന്നു കേട്ടോ ഷോപ്പിന്റെ പേര്. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. പുറത്ത് കടകളിലെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്തു ഇവിടുത്തെ പ്രൈസ് റേഞ്ച്. പിന്നെ ഇത് കൊള്ളാം. കുറച്ച് നേരം നിന്ന് കറങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട പോട്ട്സ് ഒക്കെ എടുത്ത് നോക്കി സെലക്ട് ചെയ്ത് ഒരു 2, 3, 4, 5 പോട്ട്സ് ഒക്കെ നമ്മൾ എടുത്തു. ഇവിടെ എല്ലാ ടൈപ്പിലും വരുന്ന പോട്ട്സും കുറച്ച് പ്ലാന്റ്സും ഉണ്ട്. ഹാങ്ങിങ് പോട്ട്സ് ഉണ്ട്, ഇൻഡോർ പോട്ട്സ്, അങ്ങനെ പല ടൈപ്പിലുള്ള പോട്ട്സുകളുണ്ട് കേട്ടോ. പ്രൊമോഷൻ നീ ഇവിടെ കറങ്ങി അത് എടുക്കുന്നു. കൊറേ ഇതൊക്കെ ഇതിനകത്ത് വിഷമിക്കല്ലേ, കരയില്ലേ? എന്നെ എവിടെയോ കണ്ടിട്ടുള്ള മാതിരി തോന്നുന്നെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ കണ്ടിട്ടുണ്ട്, അവനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കളിയാക്കലാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മേടിച്ച പോട്ട്സൊക്കെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച്, നമ്മൾ ബൈക്കിൽ പിടിച്ചുകൊണ്ട് പോകണ്ടേ, അപ്പോൾ അതിനുവേണ്ടി ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോവാണ്.
എങ്ങനെയുണ്ട് മാഡം? കണ്ണൊക്കെ ഉണ്ട് അനങ്ങുന്ന നിന്റെ ആ ഒരു രൂപം വെച്ചിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യൂട്ട്നെസ് വെച്ചിട്ട് മാത്രമല്ല. കൊള്ളാം. ഞാനോ രണ്ടെണ്ണം ആര് തോന്നുന്നു പറഞ്ഞു നീ രണ്ടെണ്ണം ഒരെണ്ണം ഇത് മതി നിനക്കാണോ എവിടെയാ എന്താ ചെയ്യാ തലക്കെട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് തമിഴ്. കെട്ടത്തലയല്ല അതുകൊണ്ട് മുടി ഇങ്ങനെ ഇങ്ങനെ നീങ്ങി പോകുമ്പോ തല കാണുന്നു അത്രേ ഉള്ളൂ. ജീവിതത്തിലേക്ക് ചപ്പലി ഇരിക്കുന്നു. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ലൂബിക്കെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ ലാസ്റ്റ് നമ്മുടെ ഫുഡ് മന്തിയിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ മന്തി മേടിക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ മന്തി മൻസിലിൽ പോയി. അവിടെ ചെന്നപ്പോൾ അൽഫാം മന്തി ഇല്ലെന്ന് പറഞ്ഞു. സംഭവം അവിടെ കയറി വലിയ കാര്യത്തിൽ ഇരിക്കലെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞതില്ലെന്ന്. അപ്പോൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നു. നമ്മളടുത്ത് കവ്വയിൽ വന്നു. അവിടെ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ നമ്മൾ അവിടെ നിന്ന് കഴിക്കാൻ തീരുമാനിച്ച് നമ്മളവിടെ പോയി. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണെന്നൊന്നും ഇല്ല. ഇത് വല്ലപ്പോഴും മാത്രമുള്ളൊരു ദിവസമാണ് ഇങ്ങനെ. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അങ്ങനെ പിന്നെ നമ്മൾ രണ്ടുപേരും ഈ മെനുവിൽ ഇത്ര കാര്യമായിട്ട് എന്തോ നോക്കുന്നതെങ്കിലും നമ്മുടെ ഉദ്ദേശം വന്നതും മന്തി കഴിക്കാനായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ചുമ്മാ നോക്കുന്നതെന്ന് മാത്രം. അങ്ങനെ നമുക്ക് സ്റ്റാർട്ടേഴ്സായിട്ടൊരു ജ്യൂസ് പോലെ വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി അത് എന്ത് ഫ്ലേവറാന്ന് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്ത് ഫ്ലേവറാന്ന് എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല. പേരൊക്കെയാണോ അതോ ഇനി ചേരക്കേടാണോ ഡ്രാഗൺ ഫ്രൂട്ട് ആണോ ഡ്രാഗൺ ഫ്രൂട്ട് ആണോ എന്നുള്ളൊരു പ്രത്യേക അവസ്ഥയിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുടിച്ചു. മറ്റവൻ ഷുഗർ കട്ട് ആയതുകൊണ്ട് കഴിച്ചില്ല. വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഫ്രെയിമൊക്കെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ നെയിൽ പോളിഷിൻ്റെ അതിൻ്റെ കളർ സെയിം ആയിരുന്നു. നെയിൽ പോളിഷിന് മാച്ച് ഉണ്ട്. എന്തൊക്കെ കാണും ദൈവം. അതൊക്കെ കാണണം. ഒരു പെരി പെരി കാന്താരി ബ്ലാക്ക് പേപ്പർ. ഓക്കെ എന്ത് തോന്നിയിട്ട് ദയ ഇല്ലെങ്കിൽ കരുണ അങ്ങനെയൊക്കെ തോന്നിയിട്ട് ചിലപ്പോ പുള്ളി തരാൻ ചാൻസ് മേടിച്ചിറങ്ങി ജിയോചേട്ടൻ പോയി ചോദിക്കാം. എനിക്കാന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് എന്തിനെ പറ്റി ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ചെടിയോട് ഇതുള്ള ആൾക്കാരാണെന്ന്. അപ്പോൾ ഇതിവിടുത്തെ ആ ഒരു ചെടി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. തരുമോ എന്ന് ചോദിക്കുമോ? ഞാൻ പറഞ്ഞു എനിക്ക് വന്ന് പറഞ്ഞ് ചോദിച്ചോളൂ അവർ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ അടി തരുമെന്ന് പറഞ്ഞത് അതിനെ പറ്റിയാണ്. പിന്നെ ഈ ഫ്രെയിം കണ്ടോ? ഈ ഫ്രെയിം ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ എണീറ്റ് എനിക്ക് ഞാനവിടെ ഇരിക്കട്ടെ. ആ യെസ് ഇവിടെയാണ് ഫ്രെയിം ഭംഗിയുള്ളത്. അത് കാരണം ഞാൻ ഇവിടെ പക്ഷെ ഈ ലൈറ്റ് ഇല്ലേ, ആ ലൈറ്റ് ഇല്ല അവിടെ. അവിടെ അറ്റത്ത് ഒരെണ്ണേ ഉള്ളു. ഇവിടെ ആകുമ്പോ അവിടെ ഇവിടെയൊക്കെ നിറച്ച് ജിയോ ഭയങ്കര ഗ്ലാമർ ആയിപ്പോ അതിന്റെ എന്ത് മൂട്ട്. ഞങ്ങളൊക്കെ ബ്യൂട്ടീഷ്യൻ ചെയ്യാത്ത ആൾക്കാരെ. ആ ഇനി നമുക്ക് ജിയോ ചാറ്റിന്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. അങ്ങത്താ ആ ഇതും ഒരു കേബിൾ ഉണ്ട്. ഓ ഇതിന് കൂടെ ഫോണും ഉണ്ട്. ഡെക്കാഫ്ലോൺ ബാഗാണ്. അത് എത്ര വർഷം മുമ്പ് പഠിച്ചേ? ഇതിലെന്തോ ടിക്ടാക്കാ ഇത് ഉപയോഗിക്കാറുണ്ട്. യാർഡ്ലി പവർ ബാങ്ക് നോയ്സിന്റെ. പിന്നെ ഒന്നുമില്ല, സാധാരണ കുറെ സാധനം ഉള്ളതാണല്ലോ. ട്രെയിൻ ടിക്കറ്റ് കുറ്റിപ്പുറവാ മലപ്പുറം. പിന്നെ 6 രൂപയുണ്ട്. ലക്ഷം ലൈഫാണ്. സാധാരണ ഈ ബാഗ് നിറഞ്ഞ് വീർത്തിരിക്കാറുണ്ട് ഷൂട്ടിനൊക്കെ പോകുമ്പോ. ഇതിന്റെ ഓക്കെ എന്നാ ഞാനൊന്നും എടുത്തു പറയരുത് കേട്ടോ. ബ്ലാക്ക്
അപ്പൊ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു. അത് കുഴപ്പമില്ല. കഴിഞ്ഞോ? ഞാനൊന്നും കഴിച്ചില്ല, എന്റെ എല്ലാ ജീവിതം ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് റിവ്യൂ പറ. എന്റെ മൈക്ക് പറഞ്ഞു. ഫുഡൊക്കെ സൂപ്പറാണ്. എല്ല് മൊത്തം എന്റെ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാ, എന്തായാലും പെപ്പർ അല്ലേ? അതല്ല, എന്തോ എനിക്കതാ ഇഷ്ടമായ. ജീവനതാ ഇഷ്ടമായ. എന്റെ കാന്താരി കുഴപ്പമില്ല, ഓക്കെ ഓക്കെ സാധനം. കാന്താരയാ? കാന്താരല്ല, കാന്താരി. കാന്താരയും കുഴപ്പമില്ല. അങ്ങനെയല്ലേ, ഇത് കഴിച്ചിട്ടേക്ക് ഒരു ഒപ്പുണ്ടായിരുന്നു. കാന്താരയും കുഴപ്പം. ഓക്കെ, ബൈ. പിന്നെ അടുത്ത വീഡിയോക്ക് പിന്നെ വരാം. ബൈ. കുറച്ചേ ഉള്ളായിരുന്നല്ലേ നമ്മൾ. വണ്ടി ഓടിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് ഞാനാണെങ്കിൽ ഇതെങ്ങനെ നടന്നു വന്നപ്പോ എനിക്ക് കണ്ണൊക്കെ ഇങ്ങനെ വീണു. പാട്ട് പറ്റാത്തോണ്ടാണ് ഇരുന്നു. ആക്ച്വലി സത്യം പറഞ്ഞല്ലേ, കഴിച്ച് തീരുമ്പോ ഒരു മടുപ്പാ. കഴിയുന്നതിന് മുമ്പുള്ള കഴിക്കരുത്, ഇതിന് മേലെ പിന്നെ മന്തി വേണ്ട, കുറച്ച് നാൾ ബ്രേക്ക് എടുക്കുക. എന്നിട്ട് നാളെ വൈകിട്ട് വീണ്ടും ഇറങ്ങുമ്പോ വീണ്ടും മന്തി കുഴിമന്തി കഴിക്കാൻ പോയല്ലേ. എന്തോ കഴിക്കാൻ വേണ്ടേ? മന്തി മതി. അപ്പൊ ഇന്നത്തെ പരിപാടികളെല്ലാം ഗംഭീരമായി, വയറ് നിറഞ്ഞു, ഇനി ഉറക്കം വന്നിട്ട് വയ്യ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ. ടാറ്റ ബൈ, ഗുഡ് നൈറ്റ്. ഓ മൂൺ